അപ്പോൾ ഞങ്ങൾ കടലിൽ കുളിക്കാൻ വന്നേക്കാണ്. ഒരാൾ പോകുന്നുണ്ട്. വൈബിങ് ചില്ലിങ്. ഞങ്ങൾ താമസിക്കുന്നത് പുത്തൻതോട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബീച്ചിൽ വന്നതിന് ശേഷം ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ശരി അവിടുത്തെ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് മണ്ണിൻ്റെ പൂഴി കൂടുതലായിരുന്നു. അപ്പോൾ തിരയിൽ മണ്ണ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടെ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരൊക്കെ വഞ്ചി കടലിലേക്ക് ഇറക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അവരുടെ കൂടെ കൂടിയിട്ട് ഇവിടെ കടലിൽ ഇറങ്ങുന്നത് റിസ്ക്കാന്നും പറഞ്ഞു. അവർ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കുട്ടി വെള്ളത്തിൽ പോയി മരിച്ചുപോയി. അതെ, അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റിസ്ക് എടുത്തില്ല, കടലിലൊന്നും ഇറങ്ങിയില്ല. എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ആഴം ഉണ്ടാകുമെന്ന് എത്ര നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കാണുമ്പോൾ നേരെയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് അകത്തേക്ക് വലിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞങ്ങളൊക്കെ അതൊക്കെ വിട്ടിട്ട് കടലിൽ കുളിക്കുന്നത് ആ ഐഡിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ മീൻകാരുടെ കൂടെ കടലിലേക്ക് പോകാൻ ചാൻസ് കിട്ടി അവരുടെ കൂടെ പോയേനെ. പക്ഷെ ഇറക്കുന്ന ഒരു അതെങ്ങനെയാണ് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അത് ചെയ്യാനായിട്ട് ഇറങ്ങി. ആദ്യം ഡാഡി ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെയാണ് അത് എപ്പോഴാണ് ഇറക്കണ്ടേന്നൊക്കെ. അവിടെ അവിടെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി ഇത്. കടലിൽ അല വരുമ്പോഴത്തേനും ആ ബോട്ടൊന്ന് പോയ ഒരു പോക്കുണ്ടല്ലോ, നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ അത് പേടിയാവും. പക്ഷെ അവരൊരു ഇത്ര സിമ്പിളായിട്ടാണ് അത് എടുത്തുകൊണ്ട് പോണേ. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊരു ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കതൊരു ആവേശമായി. പിന്നെ ഞങ്ങൾ അടുത്ത ബോട്ട് എപ്പോഴും ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കൂടി കളിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ആൾക്കാർ പറഞ്ഞു നേരത്തെ രാവിലെ പോയ ആൾക്കാരൊക്കെ മീൻ പിടിക്കാൻ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരും, അപ്പോൾ നമുക്ക് മീനും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാണ്ടേ ആയപ്പോൾ ഞങ്ങളവിടെ കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമെന്നാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അറിഞ്ഞത്. അത് അവരത്രയും പെട്ടെന്നൊന്നും വരത്തില്ല, മീൻ കിട്ടിയില്ലെങ്കിൽ അവരങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. അപ്പം ഞങ്ങൾ ഒരു ആദ്യത്തെ വഞ്ചി തള്ളിയതിൻ്റെ ആവശ്യത്തിൽ ഇത് ഇച്ചിരി കൂടി വലിയ ബോട്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതും കൂടി തള്ളി നീക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മാത്രമേ നീക്കിയുള്ളൂ. അപ്പോൾ അപ്പോഴത്തേനും അവർക്ക് കടലിലേക്ക് ഇറക്കാനായിട്ട് ഒരാളുണ്ടാവില്ല, മീൻ ആശാൻ.
ആൾ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും വന്നു. കുറച്ച് ആ കടലിൻ്റെ ആ ഇത് സ്റ്റാർട്ടാവുന്നവരെ ഞങ്ങൾ തള്ളി നീക്കി. പക്ഷേ കടലിലേക്ക് ഇറക്കത്തില്ല. അതപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അയാളെ. അപ്പം ഞങ്ങളിങ്ങനെ അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അറുക്കൽ പള്ളിയാണ്. കൂടെ പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിൽക്കുന്ന ആൾ ഇവിടുത്തെ പോസ്റ്റ്മാൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ അഡ്രസ്സ് ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് എല്ലാം അറിയാം. അപ്പം അങ്ങനെ അയാളുടെ കൂടെയൊക്കെ വർത്തമാനം പറഞ്ഞിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതിൻ്റെ ഡ്രൈവർ വരുമെന്നത് കാത്തുകൊണ്ട്. പക്ഷേ ലാസ്റ്റ് വരെ വന്നില്ല. പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് അടുത്ത കടലിലേക്ക് പോയി. അത് ഞങ്ങളുടെ അടുത്ത ബീച്ച്. അത് എവിടെയായിരുന്നു നമ്മൾ പോയത്? ഹാർബറിൽ പോയി. അത് ഇറങ്ങാൻ വേണ്ടി പോയതല്ല, പക്ഷേ ഞങ്ങൾ അതും കൂടി കാണാം, ഹാർബർ ഇവരെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പം അങ്ങോട്ട് അവിടെ എത്തിയിട്ട് കാണാം. എടുത്ത് ഹാർബറിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ പോവാം. ഇതിന്റെ പേരെന്നാ? ഹാർബറാ? ചോട്ട ഹാർബറല്ലേ ഇത്? ഹാർബറിൽ മെയിൻ ആയിട്ട് എടുക്കണ അപ്പുറത്ത് പോകണം. അതാണ് ഹാർബറിന്റെ ഇതായിട്ടുള്ള സ്ഥലമൊക്കെ കാണുന്നത്. ഇത് ഹാർബറല്ലേ? ഹാർബറാണ്. ഹാർബറിന്റെ മെയിൻ വലിയ വള്ളങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലം അതാണ്. അവിടെ നമുക്ക് ആ കല്ലുമേലെ വരാൻ പറ്റുള്ളൂ. ദേ ഈ കാണുന്ന കെട്ടിടത്തിന്റെ അപ്പുറത്ത് കടലാണെന്ന്. ഇതാണ് ചെല്ലാനം ഹാർബർ. ഇവിടെ കുറേ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഇത് അപ്പുറത്ത് കാണിച്ച് അതാണ് പുലിമുട്ട് എന്ന് പറഞ്ഞ സാധനം. അതായത് കടൽ തിരയൊക്കെ അധികം അടിക്കാതിരിക്കാൻ വേണ്ടി ഹാർബറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്തുണ്ട്. ശംഖ് എടുത്തോ? നണ്ടൊക്കെ ചത്ത് കിടക്കുന്നു. കോഴി ആ തലയില് 2 തൂവൽ എക്സ്ട്രാ ആണ്. അതാണ് ആൺകൊക്ക്. ഏത് ഇതാ പോയത്? ഇതാണ് ആൺകൊക്ക്. ഇത് പെൺകൊക്ക്. ഇത് ആൺകൊക്ക്. അതെടുത്ത് അത് തൂവലുണ്ടല്ലോ. ആണുങ്ങൾക്ക് ഭംഗി കൂടുതലായിരിക്കുമല്ലോ. ഒരു എക്സ്ട്രാ തൂവലുണ്ട് തലയുടെ മുകളിൽ. പറഞ്ഞു കുറേ ഇങ്ങനെ പാഴടിഞ്ഞ ബോട്ടുകളിലൊക്കെ ഇങ്ങനെ തന്നെ കരയിൽ തന്നെ ഇട്ടേക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ എനിക്ക് തോന്നിയത് ഇത് ഇച്ചിരി കൂടി ആക്സസിബിൾ ആക്കാം ഇവർക്കും. നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ. പമ്മി നടന്നു വരുന്ന സാൽവൻ തന്നെ അപ്പുറത്ത് ഇറങ്ങി വെയിലത്ത് നടക്കാൻ. അപ്പം ഞങ്ങൾ ഹാർബറിൽ നിന്ന് ഈ പുലിമുട്ട് കാണുന്നില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ഇപ്പുറത്തേക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ഞങ്ങൾ ക്രോസ് ചെയ്തു. ഇവിടെ ഒരു നല്ലൊരു വേറൊരു കാലാവസ്ഥ പോലെയുണ്ട്, മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരം ഇവിടെ ഇരുന്നു. പിന്നെ രാവിലത്തെ സമയമായതുകൊണ്ടും നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. വെയിൽ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൊരിഞ്ഞ വെയിലും, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വേറൊരു ഒരു രാജ്യത്ത് നിൽക്കുന്ന പോലെ അങ്ങനത്തെ ഒരു കൂളിങ് സ്ഥലമായിരുന്നു. അപ്പം ഞാനവിടെ കുറച്ച് നേരം മുണ്ടും വിരിച്ച് ഇതൊക്കെ വിരിച്ച് ഇങ്ങനെ കിടന്നു. ഞാൻ കിടന്ന് ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് കിടന്നപ്പോൾ തന്നെ എന്നെ ശവമാക്കി. ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേനും എൻ്റെ കാലിലും മുതുക ഇതിലൊക്കെ മണ്ണ് മറ്റേ തോർത്തെടുക്കാമല്ലോ, ഉണങ്ങി തോർത്ത് തിരിച്ച്.
അയ്യോ ഡാഡി പോണ്ട്, അങ്ങോട്ട് പോണ്ടെന്ന് പറയും. ഡാഡി ഒന്നും പോണ്ടട്ടെ അത്രയും ദൂരം, ഡാഡിക്കൊക്കെ നീന്താൻ അറിയാം. അങ്ങനെ കളിച്ച് ആർക്കും അവിടുന്ന് വരാൻ താല്പര്യമില്ലാണ്ടായിപ്പോയി. രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ച വരെ ഞങ്ങൾ കടലിൽ കളിക്കുക, ഉരുണ്ട് കളിക്കുക, പെരണ്ട് കളിക്കുക, എന്തൊക്കെയായിരുന്നു. എല്ലാവരും ഒരു ഹാപ്പി മൂഡിലായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് 4 ദിവസം ഞങ്ങൾ വന്നതിൽ ആദ്യമായിട്ട് ഞങ്ങളിപ്പോൾ കടലിലിറങ്ങിയത്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നത്, കളിക്കുന്നത്. എപ്പോഴും ഒരു പേടിയാണ്, എപ്പോഴാണ് കടലിൻ്റെ തിര വരിക, നീന്താനും അറിയില്ല എനിക്ക്. അപ്പോൾ എന്നാലും എൻജോയ് ചെയ്ത്, എല്ലാം മറന്ന് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അത്. ചേട്ടാ സാൻബാത്ത് ആദ്യം സൈഡാക്കി ഇവിടേക്കാണ്. നോക്കണേ ഇങ്ങോട്ട്. മോഡേൺ ആർട്ടാ, മോഡേൺ ആർട്ട്. കുറച്ച് മതി ഇതൊക്കെ എടുത്താലാടാ, ശംഖൊക്കെ എടുത്ത് വെച്ചാലാ. ഗോപുരമൊക്കെ എടുത്തിട്ട് ഇനി നിർത്താലാ. ഇതാണ് ഷാർക്ക്. ഷാർക്ക് ആണ് പറമ്പ്. തറവാട്. ഇവിടെ മൊത്തം ഇങ്ങനെ വെള്ളം കയറും. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം വെള്ളമായിരിക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇന്നിപ്പോൾ പെരുന്നാൾ കൂടിയിട്ട് ഇനി റൂമിൽ പോയിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇതാണ് അവരുടെ വീടിൻ്റെ പറമ്പ്. അങ്ങനെ ഞങ്ങളുടെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയുടെ ബർത്ത്ഡേയും ആഘോഷിച്ചിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഫോട്ടോ ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി അടുത്ത പെരുന്നാൾ കൂടാനായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും. അപ്പോൾ ബൈ. വീഡിയോ എടുത്തു. സൂപ്പർ. ഓക്കെ ബൈ. ബൈ.